ടി ജി എന്തായാലും ഇന്നലേക്കാൾ വലിയ ഫാഷിസ്റ്റാണ് മോദി എന്ന ആ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും. അല്ലെങ്കിൽ ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ മനുഷ്യർ സാധാരണ നിലപാടുകൾ മാറ്റാറില്ല. ദേ വിൽ ക്ലിങ് ഓൺ ടു ദാറ്റ്. എന്നുവെച്ചാൽ അതിലൊരു കൺസിസ്റ്റൻസി ഇല്ലെന്ന് പറയും, അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടും. അതുകൊണ്ട് എന്തെങ്കിലും തൊടുന്യായമൊക്കെ പറഞ്ഞിട്ട് നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അതിൻ്റെ പേരിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനും തയ്യാറല്ല. ബട്ട് ഈ നിലപാടുകൾക്ക് ന്യായീകരണങ്ങൾ തേടി വല്ലാതെ നമ്മൾ വഷളാവരുത്. ഒറ്റ ഉദാഹരണം കൊണ്ട് ഞാൻ സമയമായില്ല. ഈ കർഷക സമരം എന്ന് പറയുന്നില്ല, കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ നിയമം ഭാരതം മൊത്തമുള്ള കർഷകരെ ബാധിക്കുന്ന നിയമമാണല്ലോ, അതിലാർക്കും തർക്കമില്ലല്ലോ. എന്താ ഈ പഞ്ചാബിലെ കർഷകർക്ക് മാത്രം പ്രശ്നം? തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ പഞ്ചാബിലെ കർഷകർ മാത്രമല്ലല്ലോ, ഹരിയാനയിലെയും രാജസ്ഥാനിലെയും കർഷകരെ, ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെ ഒക്കെ കർഷകർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പഞ്ചാബിലെ കർഷകർ മാത്രമല്ല, പോയിട്ട് ഹരിയാന ബോർഡറിൽ പങ്കെടുക്കുന്നത് എന്താ? പഞ്ചാബിലെ കർഷകർ മാത്രമല്ല, യുപിയിലെ കർഷകരില്ലേ? തടസ്സപ്പെടുത്താതെ എന്ന് പ്ലീസ് see this is your problem. കാരണം അല്ല, ഈ രാജ്യത്ത് ഇത്രയും ഗോതമ്പോ നെല്ലോ ഉൽപ്പാദിപ്പിക്കുന്ന വേറെ ഏത് സംസ്ഥാനമാണുള്ളത് മോഹൻദാസ്? ഏത് സ്ഥലത്താണുള്ളത്? ആ കർഷകരുടെ പ്രശ്നം ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ? ഗോതമ്പ് അല്ല രാജാജി, allow me to complete the sentence. Don't behave in an uncivil manner. നമ്മളൊക്കെ മാന്യമായിട്ട് ചെയ്യുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുത്തേണ്ട, പരിഭ്രമിക്കേണ്ട. ഞാൻ നിങ്ങളെ പരിഭ്രമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, സത്യാവസ്ഥ എന്താ? ശരി, പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. എനിക്കൊരു പരിഭ്രമവുമില്ല. കണ്ടോ, ഇത് തന്നെയാണ് പരിഭ്രമത്തിൻ്റെ ലക്ഷണം. ടി ജി, നമുക്ക് അവസാനിപ്പിക്കാം. യെസ്. അപ്പോൾ ഈ പഞ്ചാബിൽ മാത്രം കർഷകർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കേരളത്തിലെ കർഷകർ ഓടിപ്പോയി പഞ്ചാബിൽ കാവലിരിക്കുക. എന്നാൽ പിന്നെ കേരളത്തിൽ സമരം ചെയ്തോ? 10 പേരെങ്കിലും ഇവിടെ സമരം ചെയ്യണ്ടേ? തമിഴ്നാട്ടിൽ ചെയ്യണ്ടേ? ഇതൊന്നുമില്ല, വെറുതെ കർഷക സമരം എന്ന് പറയരുത്. ഇത്തവണ അത് ഷൂ ആയിപ്പോയത് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് സകല കർഷകർക്കും കനേഡിയൻ പാസ്പോർട്ടുണ്ട്, ഇന്ത്യൻ പൗരന്മാർ പോലും അല്ല. അപ്പോൾ തന്നെ സമരം പൂട്ടിക്കെട്ടി പോയി. ഇപ്പോൾ ആരും ബോർഡറിലൊന്നും കിടക്കുന്നില്ല. വെറുതെ ഇല്ലാത്തതൊന്നും പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട. പിന്നെ ഈ ഭരണഘടന പൊക്കിപ്പിടിക്കാം, കക്ഷം വേദനിക്കുന്നവരെ കോൺഗ്രസിനും അവരുടെ കൂട്ടാളികൾക്കും ലോക്സഭയിലോ പുറത്തോ ഇത് പൊക്കിപ്പിടിക്കുകയോ തലയിൽ ചുവന്നുകൊണ്ട് നടക്കുകയോ എന്താണെങ്കിലും ചെയ്യാം. ഈ അപഹാസ്യ നാടകങ്ങൾ ജനങ്ങൾ കാണുന്നു എന്നുള്ള ഓർമ്മയുണ്ടാവണം, അത്രയേ ഉള്ളൂ. എന്തായാലും ഭരണഘടനയിൽ കറുത്ത നിഴൽ വീണ ദിവസത്തിൻ്റെ വാർഷികത്തിൽ അത്തരമൊരു കറ ഇനി രാജ്യത്തൊരിക്കലും പുരളില്ലെന്നാണ് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. ആ ഉറപ്പ് നമുക്ക് മുഖവിലക്കെടുക്കാം.